അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? വരദയുടെ വാക്കുകളിലെ ഇടർച്ച അവൾക്ക് അതേക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്നുള്ള ചാരുവിന്റെ സംശയം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. സത്യം പറ വരദ, നിങ്ങളൊക്കെ എന്താ എന്നിൽ നിന്ന് മറക്കുന്നത്? അങ്ങനെയൊന്നുമില്ല ചാരു. ഞാൻ നിന്നെ എന്റെ സ്വന്തം സഹോദരിയെ പോലെ കാണുന്നേ. ഈ വീട്ടിലേക്ക് അപരിചിതയായി കടന്നു വന്ന എന്നെ ചേർത്ത് നിർത്തിയതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തകർച്ച എന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോ എന്നെ താങ്ങി നിർത്തിയതൊക്കെ നീയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലിപ്പോ മറ്റാരെക്കാളും സ്ഥാനം നിനക്കുണ്ട്. പ്ലീസ്, നീയും കൂടെ എന്നെ കൂടെ നിന്ന് ചതിക്കരുത്. ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, എന്താടി ഇത്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയുമെന്ന്. പക്ഷേ ആ തുറന്നു പറച്ചിൽ കൊണ്ട് ഇപ്പൊ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാകരുത്. ആ പേടി കൊണ്ടാ ഞാൻ. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പോകുന്ന ജീവിതമെന്ന അവളുടെ വാക്കുകൾ ചാരുവിന്റെ ചിരിയാണ് വന്നത്. പക്ഷേ അവളത് മറച്ചു വെച്ചു. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് തുറന്നു പറയ. ഏട്ടൻക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നാ നിന്നോടത് പറയുന്നത്. നീ എന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഏട്ടനോട് പോയി ചോദിക്കില്ല. ഇന്നലെ പരിപാടിക്കിടയിൽ ഏട്ടൻ അവളോട് സംസാരിക്കുന്നത് കണ്ടു. അപ്പോ അവൾ ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, അത്രയേ ഉള്ളൂ. ആ പെൺകുട്ടിയെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു 3 കൊല്ലം പുറകിലേക്ക് പോകണം. വരദ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവളുടെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു. ദേവേട്ടനാണല്ലോ. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ കുഞ്ഞൂസേ, നീ എവിടാ? ദേവ് വളരെ സ്നേഹത്തോടെ ചോദിച്ചു. അവന്റെ ആ ചോദ്യത്തിൽ അവളുടെ കണ്ണ് നിറഞ്ഞു. ഹലോ, എന്താ മോളൊന്നും മിണ്ടാത്തേ? തിരിച്ചു മറുപടി ഒന്നും വരാത്തത് കൊണ്ട് ദേവ് ചോദിച്ചു. ചേട്ടന് എത്ര ദിവസത്തിന് ശേഷമാണ് എന്നെ എങ്ങനെ വിളിക്കുന്നത് എന്ന് അറിയോ? അറിയാം. ഒന്നും എനിക്ക് അറിയാനിട്ടല്ല. എന്റെ അവസ്ഥ ഇപ്പോ അങ്ങനെയാണ്. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? അറിയാം, പക്ഷേ അതൊക്കെ കഴിഞ്ഞല്ലേ ഏട്ടാ. ഇനിയെങ്കിലും എന്റെ ആ പഴയ ദേവേട്ടനായി മാറിക്കൂടെ? ഏട്ടനിപ്പോ ജീവിക്കുന്നത് സന്തോഷത്തോടെയല്ലേ? പഴയതെല്ലാം മറന്ന് ചാരുവിന്റെ കൂടെ നല്ലൊരു ദാമ്പത്യം നയിക്കാൻ തുടങ്ങിയില്ലേ? എല്ലാം ഉടനെ ശരിയാവും. പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു. എന്തായിട്ടാ, പറഞ്ഞോളൂ. അത് പിന്നെ നീ അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊണ്ടുപോയി കൊടുക്കുവോ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അവളോ? ഏതവള്? ചാരുവിനെയാണ് അവൻ ചോദിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവളൊരു കള്ളച്ചിരിയോടെ അവനോട് തിരിച്ചു ചോദിച്ചു. ദേ പെണ്ണെ, നിന്റെ ഏട്ടത്തിയില്ലേ, അവള് തന്നെ. മുകളിലത്തെ മുറിയിലുണ്ടാവും. നീ ഒന്ന് ഫോൺ കൊണ്ടുപോയി കൊടുക്ക്. മുകളിലത്തെ മുറിയിലൊന്നുമല്ല, ആളിതാ ഇവിടെ എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവിടെയോ? അവൾക്കെന്താ അവിടെ പണി? ഞങ്ങള് ചുമ്മാ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, അതല്ല. സ്വന്തം ഭാര്യയെ കിട്ടാൻ ചേട്ടൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നേ? ചാരുവിന്റെ ഫോണിലേക്ക് തന്നെ വിളിച്ചാ പോരെ? അതിന് അവൾക്ക് ഫോണൊന്നുമില്ല. ഫോണില്ലെന്നോ? നേരാണോ ചാരു? വരദ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൾ തലയാട്ടി. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ചേട്ടൻ അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്തില്ലേ? ഞാനെന്തിനാ അവൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്നേ? പിന്നെ ഭാര്യയുടെ കാര്യങ്ങൾ ഭർത്താവല്ലാതെ വേറെ ആര് ചെയ്തു കൊടുക്കണ്ടേ? നമ്മുടെ അച്ഛന് അറിയണ്ട ഇതൊന്നും. ഞാൻ ഈ തിരക്കുകളുടെ ഇടയിൽ വിട്ടുപോയതാ അത്. നീ പോയിട്ട് ഇതൊന്നും അച്ഛനോട് പറയാൻ നിൽക്കണ്ട. ശരി ശരി, ഞാൻ ഫോൺ ചാരുവിന് കൊടുക്കാം. ചാരു ഫോൺ വാങ്ങി. ഹലോ, ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിന്നോണ്ടി. അവനത് പറഞ്ഞതും ചാരുവിന്റെ ഉള്ളിൽ ഒരു ആദി പടർന്നു. അവൻ അവളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണോ എന്ന ചിന്തയാണ് അവളുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറി വന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്നവൾ മനസ്സിലുറപ്പിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? മിണ്ടാതെ നിൽക്കുന്ന ചാരുവിനോട് അവൻ ചോദ്യം ആവർത്തിച്ചു. കേട്ടു. എന്നെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാണോ? അവൾ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആണെന്ന് കൂട്ടിക്കോ. കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട. പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താ മതി. അവനത് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ചാരുവിന്റെ ഹൃദയം പെട്ടെന്ന് ശൂന്യമായി പോയി. എന്നായാലും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് അത് സംഭവിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. മുന്നിലൊരു വെളിച്ചവുമില്ലാതെ ഇരുട്ടിലായി നിൽക്കുന്ന പാതയിൽ താൻ എന്തു ചെയ്യാനാണ്? പഠനം വീണ്ടും ആരംഭിച്ച് പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് കയറി പുതിയൊരു ജീവിതം തുടങ്ങണമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അവൾക്ക് അവന്റെ വാക്കുകൾ വലിയൊരു ആഘാതം സൃഷ്ടിച്ചു. ചാരു, എന്താ ചിന്തിച്ചു നിൽക്കുന്നേ? എന്താ ചേട്ടൻ പറഞ്ഞേ?
നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അത് അത് പിന്നെ ചേട്ടൻ പറഞ്ഞത്. അവളോട് എന്ത് പറയണമെന്നറിയാതെ ചാരു വാക്കുകൾക്കായി പരതി. ഏട്ടൻ വെറുതെ വിളിച്ചതാ. പക്ഷെ നിന്റെ മുഖം കണ്ടിട്ട് ചേട്ടൻ ആരോ മരിച്ചത് വിളിച്ചു പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഒന്ന് പോ പെണ്ണെ, നിനക്ക് വെറുതെ തോന്നുന്നതാ. അവൾ പുഞ്ചിരിച്ചോ. എന്നാ വാ ഇരിക്ക്, നിനക്ക് ബാക്കി കഥ അറിയണ്ടേ? വേണ്ട, ഇനി എനിക്കത് അറിയണ്ട. ഞാൻ പോട്ടെ, നിനക്ക് മുറിയിൽ കുറച്ച് പണിയുണ്ട്. ചാരു വേഗം അവിടെ നിന്നും പോയി. ഇല്ല, ആ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാൻ എനിക്ക് കഴിയില്ല. എന്റെ കൂടെ നിന്ന് പണത്തിന് വേണ്ടി ചതിച്ച, എന്റെ ജീവിതം താറുമാറാക്കിയ ആ ക്രൂരന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല. ഈ നശിച്ച ജീവിതം ഇന്നത്തോടെ അവസാനിപ്പിച്ചാലോ? ഒരു നിമിഷം ആത്മഹത്യയെ കുറിച്ച് പോലും അവൾ ചിന്തിച്ചുപോയി. ചാരു മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് സാധനങ്ങൾ എടുത്തു വെക്കാനായി ബാഗ് എടുത്തു. എന്റെ എന്ത് സാധനമാണ് അതിനിവിടെ എടുക്കാനുള്ളത്? എന്റേതായിട്ട് ഇവിടെ ഒന്നുമില്ലല്ലോ. ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെയും മറ്റു സാധനങ്ങളെയും നോക്കിക്കൊണ്ട് അവൾ സ്വയം പറഞ്ഞു. ചാരു അവളുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഒരു ഷെൽഫിൽ അഴിച്ചു വെച്ചു. വീട്ടിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ട് തൽക്കാലം ഇടാൻ വേണ്ടി 2 കൂട്ട് ഡ്രസ്സ് മാത്രം എടുത്ത് അവൾ ബാഗിൽ എടുത്തു വെച്ചു. അപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഈ രാത്രി അയാൾ എന്നെ വീട്ടിലേക്ക് ആക്കിയാൽ ഞാൻ അവിടുന്ന് വേറെ എവിടേക്ക് പോവാനാണ്? ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നന്ദുവിനെ എങ്കിലും വിളിച്ച് അവളുടെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു. അവൾ ഓരോന്ന് ഓർത്തുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് ദേവിന്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടത്. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയുടെ വാതിൽ തുറന്നു വെച്ച് പോവാൻ റെഡിയായിരുന്നു. എല്ലാം പാക്ക് ചെയ്തോ? ദേവ് റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. എവിടെ? ഈ ബാഗിലുള്ള 2 കൂട്ട് ഡ്രസ്സാണോ നീ പാക്ക് ചെയ്തത്? എന്റേതായിട്ട് ഈ വീട്ടിലൊന്നും ഇല്ലല്ലോ. ഈ ഡ്രസ്സ് തന്നെ എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് എടുത്തതാണ്. നിനക്കിവിടെ ഒന്നുമില്ലെന്നോ? ഈ ഷെൽഫിലുള്ളതൊക്കെ പിന്നെ നിന്റെ അമ്മയുടെ നായർക്ക് വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണോ? അതോ ഇതൊന്നും നിനക്ക് മതിയാവുന്നില്ലെന്നുണ്ടോ? അർഹിക്കാത്ത സൗകര്യങ്ങൾക്ക് കൈവന്നപ്പോ അഹങ്കാരം കൂടിയോ? അഹങ്കാരം കൊണ്ടൊന്നുമല്ല. ഈ വീട് വിട്ടിറങ്ങുമ്പോ നിങ്ങൾ പറഞ്ഞ പോലെ അർഹിക്കാത്തതൊന്നും കൂടെ കൊണ്ടുപോകണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. വീട് വിട്ടിറങ്ങേ? നീ ഇതെന്തൊക്കെ വിടുത്തരങ്ങളെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നേ? നമ്മൾ ഒരാഴ്ചത്തെ ഹണിമൂൺ ട്രിപ്പിന് പോവുകയാണ്, തായ്ലൻഡിലേക്ക്. അതിനാണോ നീ വീട് വിട്ടിറങ്ങുകയാണെന്നൊക്കെ പറയുന്നേ? ഹണിമൂണോ? ആ അതെ, ഹണിമൂൺ തന്നെ. അതിന് നീ ഇത്ര വലിയ റിയാക്ഷൻ ഇടുന്നത് എന്തിനാ? ഹണിമൂൺ എന്ന് കേട്ടിട്ടില്ലേ നീ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണെന്ന്. ഞാനോ? എപ്പോ? നേരത്തെ വിളിച്ചപ്പോ. ഞാനങ്ങനെ പറഞ്ഞോ? ഞാൻ ഓർക്കുന്നില്ല. ഹോ, എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നല്ലേ അപ്പോ? കൈനിറയെ പണം വാങ്ങി വെച്ചിട്ട് അതിനുള്ള പണി ചെയ്യാതെ ഇവിടെ നിന്ന് മുങ്ങാമെന്ന് മുന്നേരം മോളെ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതെനിക്ക് എന്നെ ആകാമായിരുന്നു. നിങ്ങൾക്ക് എന്നിൽ ചെയ്യാനുള്ള ദൗത്യം പെട്ടെന്ന് ചെയ്തു തീർത്ത് തരാനല്ലേ ഞാൻ നിങ്ങളോട് എപ്പോഴും ആവശ്യപ്പെടാറുള്ളത്. ഇതിപ്പോ നിങ്ങൾ തന്നെയാ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. സത്യത്തിൽ അവൻ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന വാർത്ത കേട്ടപ്പോ അവളുടെ ഉള്ളിൽ നേരത്തെ കുളിര് അനുഭവപ്പെടുകയായിരുന്നു. തെരുവിലിറങ്ങേണ്ടി വരുമെന്ന ഭയം കുറച്ചു കാലത്തേക്കെങ്കിലും ഉള്ളിൽ നിന്നും മാറ്റി നിർത്താമെന്നുള്ള സമാധാനം ഉണ്ടാവുകയായിരുന്നു. പറഞ്ഞൊരു കാര്യം മര്യാദക്ക് ചെയ്യില്ല. വരുമ്പോഴേക്കെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ 2 തുണിയും തിരികെ വെച്ച് ബാഗും തൂക്കി നിൽക്കുന്നു. അരമണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സും എടുത്ത് മാറ്റി റെഡിയായി പുറത്തിറങ്ങിക്കോണം. തുടരും.